എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ AMCS FNCക്ക് BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള ആദ്യ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച ശേഷം വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരം 5 മണി വരെ ആ ഒരു സീറ്റ് കൺഫേം ചെയ്യുന്നതിനായിട്ട് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഓഗസ്റ്റ് 1-ാം തീയതിയോടെ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു സീറ്റ് കൺഫേം ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെയും അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ ഫീ പേയ്മെൻറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികളെ, അതായത് ജോയിൻഡ് ആൻഡ് നോൺ ജോയിൻഡ് കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓഗസ്റ്റ് 1-ാം തീയതിയോടെ വെബ്സൈറ്റിൽ ആ ഒരു ലിസ്റ്റ് വരുന്നതായിരിക്കും. അപ്പോൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ ആണ് നോൺ ജോയിനിങ് ആയിട്ടുള്ളത്. അതായത് ഫീ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളെയാണ് ജോയിൻഡ് എന്ന് പറയുന്നത്. അതുപോലെ ഫീ പേയ്മെൻറ്റ് ചെയ്ത് ആ ഒരു സീറ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികളെയാണ് ഈ ഒരു നോൺ ജോയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങളുടെ ആ ഒരു കാര്യമെന്ന് പറയുന്നത് ജോയിൻറ്റ് ആയിരിക്കും. ആ ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സീറ്റ് കൺഫേം ചെയ്ത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹയർ ഓപ്ഷൻ നിലനിർത്തിയിട്ട് ഉള്ള വിദ്യാർത്ഥികളെ അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കും. ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള സീറ്റിലേക്ക് അഡ്മിഷൻ നേടുന്നതിനും സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഓഗസ്റ്റ് 2-ാം തീയതിയാണ്. അതിനുശേഷം പിന്നീട് അലോട്ട്മെൻറ്റ് ആദ്യമായിട്ട് കിട്ടുന്ന വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത് ആ ഒരു സീറ്റ് കൺഫേം ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം 8-ാം തീയതിയോടെയാണ് തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത്. പിന്നീട് 8-ാം തീയതി മുതൽ 12-ാം തീയതി വരെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് കോളേജിൽ അഡ്മിഷൻ നേടുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അഡ്മിഷൻ എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് വിദ്യാർത്ഥികൾ കൊണ്ടുപോവേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഓഗസ്റ്റ് 8 മുതൽ 12-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ് വേണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ SSLC ബുക്ക് അല്ലെങ്കിൽ ഇക്വലൻ്റ് സർട്ടിഫിക്കറ്റ് ആണ്. അത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ആൻഡ് അതുപോലെ തന്നെ മാർക്ക് ലിസ്റ്റ് ഓഫ് SSLC ഓർ 10th സ്റ്റാൻഡേർഡ്, അതായത് നിങ്ങൾ 10-ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴുള്ള ആ ഒരു SSLC സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങൾ ഈ ഒരു ഒറിജിനൽ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു SSLC സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതിൽ പ്ലേസ് ഉണ്ടെങ്കിൽ പ്ലേസ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിനും സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അടുത്തതായിട്ട് വേണ്ടത് നിങ്ങളുടെ +2 അല്ലെങ്കിൽ ഇക്വലൻ്റ് സർട്ടിഫിക്കറ്റ് ആണ്. അതായത് +2 സർട്ടിഫിക്കറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ മാർക്ക് ലിസ്റ്റും അതുപോലെ തന്നെ ഇക്വലൻ്റ് ആയിട്ടുള്ളവർ ആ ഒരു മാർക്ക് ലിസ്റ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളതിൻ്റെ ആ ഒരു ലിസ്റ്റുമാണ്, അത് മാർക്ക് ലിസ്റ്റുമാണ് കൊണ്ടുപോകേണ്ടത്. അതായത് നിങ്ങൾക്ക് +2 പഠിച്ചതിൻ്റെ ആ ഒരു +2 ജയിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ആ ഒരു മാർക്ക് ലിസ്റ്റ് കൊണ്ടുപോകാം. സർട്ടിഫിക്കറ്റ് കിട്ടിയവർ ആ ഒരു മാർക്ക് ലിസ്റ്റ് കൊണ്ടുപോകണം, അതായത് +2 അല്ലെങ്കിൽ 12th സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് വേണ്ടത് നിങ്ങളുടെ TC ആണ്, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ആണ്. അടുത്തതായിട്ട് മെഡിക്കൽ ഫിറ്റ്നസ് ഫ്രം ആൻ ഓതറൈസ്ഡ് മെഡിക്കൽ ഓഫീസർ വിത്ത് MBBS ഓർ ഹയർ ക്വാളിഫിക്കേഷൻ സർട്ടിഫൈങ് ദാറ്റ് ദ കാൻഡിഡേറ്റ് ഈസ് ഫിറ്റ് ടു അണ്ടർഗോ ദ കോഴ്സ്. അതായത് നിങ്ങൾ ഈ ഒരു നഴ്സിംഗ് കോഴ്സ് പഠിക്കുന്നതിനായിട്ട് യോഗ്യതയുണ്ട് എന്ന് തെളിയിക്കാനായിട്ട് നിങ്ങൾ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. അതിൻ്റെ ഫോമാറ്റ് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. ആ ഒരു ഫോമിൻ്റെ ഫോമാറ്റ് അത് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതാണ്. ആ ഒരു ഫോമിൽ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്ക് സ്റ്റാളിൽ നിന്നും ആ ഒരു ഫോം വേണമെങ്കിൽ കിട്ടും. അതിൽ നിങ്ങളുടെ ഹൈറ്റ്, വെയ്റ്റ്, ചെസ്റ്റ് അതുപോലെ തന്നെ വിഷൻ എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസാണ് രേഖപ്പെടുത്തുക. അതായത് നിങ്ങളുടെ കാഴ്ചശക്തി, അതുപോലെ തന്നെ നിങ്ങളുടെ നെഞ്ചളവ്, അതുപോലെ തന്നെ ഹൈറ്റ്, അതുപോലെ തന്നെ അതായത് ഉയരം, അതുപോലെ തന്നെ വെയ്റ്റ് വെച്ചാൽ തൂക്കം, അതുപോലെ വിഷൻ എന്ന് വെച്ചാൽ കാഴ്ചശക്തി, അതായത് നിങ്ങളുടെ കണ്ണിന് കാഴ്ചശക്തി ഉണ്ട്, ഈ ഒരു കോഴ്സ് പഠിക്കാനുള്ള ആ ഒരു എലിജിബിലിറ്റിക്ക് ആവശ്യമായിട്ടുള്ള കാഴ്ചശക്തി ഉണ്ട് എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ MBBS ഡോക്ടറോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ക്വാളിഫിക്കേഷനുള്ള ഡോക്ടേഴ്സോ നിങ്ങൾക്ക് അസൈൻ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തതായിട്ട് കോഴ്സ് ആൻഡ് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ് ഫ്രം ഇൻസ്റ്റിറ്റ്യൂഷൻ ലാസ്റ്റ് അറ്റൻഡഡ്, അതായത് പ്രിഫറബിളി ഇഷ്യൂഡ് വിത്തിൻ 6 months, അതായത് നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ആണ്. 6 മാസത്തിനുള്ളിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ളതായിരിക്കണം. നിങ്ങളുടേത് 6 മാസം കഴിഞ്ഞിട്ടുള്ള ആ ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ഏതെങ്കിലും ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ആൻഡ് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ അടുത്തത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ദ റവന്യൂ അതോറിറ്റീസ് ഇഫ് ആപ്ലിക്കബിൾ. അതായത് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ്. നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ ആ ഒരു കാര്യം കറക്റ്റായിട്ട് നിങ്ങളുടെ കാസ്റ്റ്, കമ്മ്യൂണിറ്റി എന്താണ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. കാസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോവുക. ഇനി അടുത്തത് ക്രിസ്ത്യൻ റിലീജിയസ് ന്യൂൺസ് കാറ്റഗറി അതുപോലെ തന്നെ ലെറ്റർ ഫ്രം ദ കൺസേൺഡ് മേജർ സുപ്പീരിയർ ഷാൽ ബി പ്രൊഡ്യൂസ്ഡ് ഇഫ് ആപ്ലിക്കബിൾ. അതായത് ക്രിസ്ത്യൻ റിലീജിയനിൽ ഉള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങളുടെ, അതായത് ക്രിസ്ത്യൻ പള്ളിയിലെ മേജർ സുപ്പീരിയർ നൽകുന്ന ലെറ്റർ
കൊണ്ടുപോവേണ്ടതാണ്. അത് ആവശ്യമുള്ളവർക്ക് മാത്രമാണ്, ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ളവർക്ക് മാത്രമാണ്, അത് ന്യൂൺസ് കാറ്റഗറിയുള്ളവർക്ക് മാത്രമാണ് ആവശ്യമുള്ളത്. അതുപോലെ തന്നെ 12th മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഫ് ആപ്ലിക്കബിൾ, അതായത് 10ാം ക്ലാസ് അല്ല 12ാം ക്ലാസ്, അതായത് അല്ലെങ്കിൽ +2 നിങ്ങൾ കേരളത്തിന് പുറത്തുള്ള ബോർഡുകൾ, അതായത് കേരളത്തിന് പുറത്തുള്ള ബോർഡുകൾ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളിപ്പോൾ കേരള സ്റ്റേറ്റ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ VHSE അതായത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, CBSE, ICSE, അതുപോലെ തന്നെ NIOS ഇവ ഉള്ളവർക്ക് മാത്രമാണ് ഈ ഒരു മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളൂ. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ജസ്റ്റ് പോകുന്ന സമയത്ത് എടുക്കുക. അടുത്തത് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങൾ ഇന്ത്യക്കാരനാണോ എന്ന് തെളിയിക്കാനാണ്, അതായത് കേരളൈറ്റ് ആണോ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു കേരളൈറ്റ് ആണെന്ന് തെളിയിക്കാനായിട്ട് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ ജനിച്ച പ്ലേസ് കറക്റ്റായിട്ട് കേരളത്തിലുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ അത് എടുക്കേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് എലിജിബിലിറ്റി ഓർ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഓഫ് 12th ഫ്രം കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് ആൻഡ് ഓർ ഡയറക്ടറേറ്റ് ഓഫ് HSC കേരള ആൻഡ് ഓർ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ഇഫ് ആപ്ലിക്കബിൾ. അതായത് ഇത് എല്ലാവർക്കും ആവശ്യമല്ല. ഈ ഒരു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലുള്ള ബോർഡുകൾ അല്ലെങ്കിൽ CBSE, ICSE, അതുപോലെ തന്നെ VHSE അതായത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, അതുപോലെ തന്നെ കേരള തുല്യതാ പരീക്ഷ ഇവ ഒഴികെയുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഈ ഒരു ഇക്വലൻസി അല്ലെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് അവർക്ക് മാത്രമേ ആവശ്യമുള്ളൂ, എല്ലാവർക്കും ആവശ്യമല്ല. ഇനി അടുത്തതായിട്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഇൻ പ്രൂഫ് ഓഫ് SCBC അതുപോലെ OBC, SC, ST, അതായത് സ്റ്റാറ്റസ് ഒബ്റ്റൈൻഡ് ഫ്രം ദ തഹസിൽദാർ കൺസേൺഡ്. അതായത് നിങ്ങൾ SCBC എന്ന് പറഞ്ഞാൽ അതിൽ OBC, OEC ഇതൊക്കെ SCBCയിലാണ് വരുന്നത്. അങ്ങനെയുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ SSC, ST വിദ്യാർത്ഥികൾ ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എന്നിവ കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ SC, ST വിദ്യാർത്ഥികൾക്ക് തഹസിൽദാർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ആയിരിക്കണം കൊണ്ടുപോകേണ്ടത്. SCBC, OEC വിഭാഗക്കാർക്ക് വില്ലേജ് ഓഫീസിൽ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്, അവർക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ഫ്രം ദ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലാസ്റ്റ് സ്റ്റഡീഡ് ഇൻ പ്രൂഫ് ഓഫ് ക്ലോസ് പ്രോഹിബിഷൻ ഓഫ് റാഗിങ് പോയിന്റ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അത് നിങ്ങളുടെ കോഴ്സ് ആൻഡ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് നിങ്ങൾ അവസാനമായിട്ട് പഠിച്ചിട്ടുള്ള ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നൽകുന്ന, അതായത് നിങ്ങൾ അവസാനമായിട്ട് +2 ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഡിഗ്രി പഠിച്ചവർ ആണെങ്കിൽ നിങ്ങൾ അവസാനം ഏത് കോളേജ് അല്ലെങ്കിൽ സ്കൂളിലാണ് പഠിച്ചത് അവിടെ നിന്ന് നൽകുന്ന ആ ഒരു നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ആണ്. അത് റാഗിങ് നിങ്ങൾ ചെയ്യില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തതായിട്ട് വേണ്ട സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ 2 സെറ്റ് ഓഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പീസ് ഓഫ് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ്, അതായത് മുകളിൽ ഇതുവരെ പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻറ്റ്സിൻ്റെ അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള 2 വീതം ഫോട്ടോ കോപ്പി കൊണ്ടുപോവേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ 3 സെറ്റ് ഓഫ് ഫോട്ടോ കോപ്പീസ് ഓഫ് ആധാർ, ഫോട്ടോ ID ഓഫ് ആപ്ലിക്കൻറ്റ്, അതായത് ഇഫ് ആപ്ലിക്കൻറ്റ് ഡസ് നോട്ട് ഹാവ് ആൻ ആധാർ ID ദെൻ കോപ്പി ഓഫ് പാസ്പോർട്ട് ഓർ വോട്ടർ ID മേ ബി സബ്മിറ്റഡ്. അതായത് നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ഒരു 2 സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പി, സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആധാർ കാർഡിൻ്റെ കോപ്പി 2 എണ്ണം എടുത്തിട്ട് 2 എണ്ണത്തിലും നിങ്ങളുടെ പേര് സെൽഫ് അറ്റസ്റ്റഡ് ബൈ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പേരും സിഗ്നേച്ചറും ഇടുക. അപ്പോൾ അതാണ് സെൽഫ് അറ്റസ്റ്റഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2 ആധാർ കാർഡിൻ്റെ കോപ്പി, ആധാർ കാർഡില്ലെങ്കിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ വോട്ടർ IDയുടെ 2 സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പി മതി. അതുപോലെ തന്നെ കോപ്പി ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ, നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷ നൽകിയപ്പോൾ ലഭിച്ചിരുന്ന ആപ്ലിക്കേഷൻ്റെ ഒരു കോപ്പി, അത് നിങ്ങളുടെ കയ്യിലും ഒരു കോപ്പി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 8 കോപ്പീസ് ഓഫ് പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ, അതായത് ഈ ഒരു 8 പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി കൊണ്ടുപോകണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അവിടെ പഠിക്കുന്ന അതായത് ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ എല്ലാവിധ സർട്ടിഫിക്കറ്റുകളുടെയും ഒരു 2-3 കോപ്പികൾ എടുത്തു വെക്കുക. അതുപോലെ SSLC സർട്ടിഫിക്കറ്റ്, അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിച്ചതിൻ്റെ അലോട്ട്മെൻറ്റ് ലെറ്ററിൻ്റെ കോപ്പി എന്നിങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ അവിടെ കൊടുക്കുന്നുവോ അതിൻ്റെയൊക്കെ ഒരു എക്സ്ട്രാ കോപ്പി, 1-2 എക്സ്ട്രാ കോപ്പി നിങ്ങളുടെ കയ്യിൽ കൂടി സൂക്ഷിച്ച് വെക്കുക. കാരണം നിങ്ങൾ ഈ ഒരു സ്ഥിരമായി അഡ്മിഷൻ എടുക്കുന്ന ഒരു വിദ്യാർത്ഥി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് 4 വർഷത്തിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ തിരിച്ച് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ SSLC +2 സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൻ്റെയൊക്കെ ഒരു 2, 3, 5 കോപ്പി ജസ്റ്റ് കയ്യിലെടുത്ത് വയ്ക്കുക. കാരണം പിന്നീട് നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്താണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ തിരിച്ച് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ കോപ്പികൾ നിങ്ങളുടെ കയ്യിൽ വെക്കുക. കാരണം എന്തെങ്കിലും ആവശ്യത്തിന്, അതായത് എന്തെങ്കിലും കാര്യങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ, അതായത് SSLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയൊക്കെ ആവശ്യമാണെങ്കിൽ ഈ ഒരു രീതിയിൽ കോപ്പി നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ ഒരു 5 എണ്ണം എങ്കിലും SSLC +2ൻ്റെ എടുത്തു വെക്കുന്നത് ഉപകാരപ്രദമായിരിക്കും. ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സിൻ്റെ ഒക്കെ വേണമെങ്കിൽ 1-2 കോപ്പി എടുത്തു വെക്കാവുന്നതാണ്. അതുപോലെ ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ടിൻ്റെ കോപ്പി കൂടി എക്സ്ട്രാ ഒന്ന് നിങ്ങളുടെ കയ്യിൽ കൂടി വെക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്.
അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷനായിട്ട് വേണ്ടത്. അതുപോലെ നിങ്ങൾക്ക് LBSലോ മറ്റോ അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ ഈ ഒരു അതായത് AMCS FNCKയുടെ ആ ഒരു അഡ്മിഷൻ ക്ലോസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ആ ഒരു കോളേജിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് തിരികെ വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അടക്കുന്ന പൈസ റീഫണ്ടായിട്ട് കിട്ടുന്നതാണ്. കോളേജിൽ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ഈ വർഷത്തെ 1,13,000 രൂപയിൽ നിന്നും 25,000 രൂപ ടോക്കൺ ഫീ പേയ്മെൻറ്റായിട്ട് നിങ്ങൾ അടച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ബാക്കി ഫീസാണ് നിങ്ങൾ ഈ ഒരു കോളേജിൽ പോകുമ്പോൾ അടയ്ക്കേണ്ടത്. അപ്പോൾ അഡ്മിഷൻ എടുക്കാനായിട്ട് ഓഗസ്റ്റ് 8 മുതൽ 12-ാം തീയതി വരെ കോളേജിൽ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ കോളേജിൽ വിളിച്ച് ചോദിച്ച് എത്ര രൂപയാണ് എടുക്കേണ്ടത്, അതുപോലെ തന്നെ അഡ്മിഷൻ സമയത്ത് എന്തെങ്കിലും ഡോക്യുമെൻറ്റ് എക്സ്ട്രാ ആയിട്ട് കൊണ്ടുവരേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ